അതിലെ ലോ ബഡ്ജറ്റുള്ള ഓഫർ 64,000 രൂപയ്ക്ക് 2 MPFI വണ്ടി, 1 ഓൾട്ടോ ആണ്. ഈ ഒരു ഇൻഡിഗോ ഡീസൽ വണ്ടി എത്ര റേറ്റ് വരുന്നത്? ഇത് 32 രൂപയാണ്. ഇത് 32 രൂപയാണ്. ഇങ്ങനെയുള്ള അടിപൊളി ലോ ബഡ്ജറ്റ് ഓഫേഴ്സ് ആയിട്ട് ഈ വീഡിയോയിലുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലോ ബഡ്ജറ്റ് വണ്ടി നോക്കുന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തായാലും വാല്യൂ ഫോർ മണിയുള്ള വണ്ടി പറയണ ഷുവർ ആയിട്ടുണ്ട്. നമസ്കാരം, ഞാൻ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ള നമ്മളെ കണ്ണൂർ ജില്ലയിലെ എടക്കാട് പോലീസ് സ്റ്റേഷൻ നേരെ പുറകിൽ കാണുന്നുണ്ട്. എടക്കാട് പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള മഹീന്ദ്രൻ്റെ ഫസ്റ്റ് ചോയ്സ് ഡീലർഷിപ്പിലാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് പരിചയപ്പെടാനുള്ളത്. ലോ ബഡ്ജറ്റ് വണ്ടികളുടെ ചാകര, ഏകദേശം 30,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന മഹീന്ദ്രയുടെ റോഡ് സൈഡ് അസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി കളക്ഷനുള്ള ഫുൾ ലോൺ കിട്ടുന്ന ലോ ബഡ്ജറ്റ് വണ്ടികളാണ്. കാക്കത് ബഡ്ജറ്റ് വണ്ടികളായതുകൊണ്ട് തന്നെ വീഡിയോയിൽ പോകുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം പറയുന്നുണ്ട്. വണ്ടിയുടെ മെക്കാനിക്കൽ കണ്ടീഷൻ, അതേപോലെ തന്നെ പേപ്പർ, അതേപോലെ തന്നെ വണ്ടികളുടെ ബോഡി കണ്ടീഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. റീപ്ലേസ് ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നുണ്ടാവില്ല. പക്ഷേ മേജർ ആക്സിഡൻറ്റ് ഫ്ലഡ് ആയിട്ടുള്ള വണ്ടികളായിരിക്കില്ല ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഇവർ ഗ്യാരണ്ടി തരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള വണ്ടികൾ ഓരോന്ന് പരിചയപ്പെടുന്ന പോകുന്നതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതേപോലെ തന്നെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ മൂവിങ് ടു ദ വീഡിയോ. ഫസ്റ്റ് നമുക്ക് 2005 മോഡൽ ഒരു ഓൾട്ടോ കൊടുക്കാം. സ്റ്റാൻഡേർഡ് LX ആണോ LXI ആണോ? സ്റ്റാൻഡേർഡോ? AC ഒന്നുമില്ല. AC ഇല്ല, പവർ സ്റ്റിയറിംഗ് ഇല്ല. ഇല്ല, സ്റ്റാൻഡേർഡ് വണ്ടി. സ്റ്റാൻഡേർഡ് വണ്ടി. ബാക്കിൽ LXന്റെ സ്റ്റിക്കർ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണോ അതാ ചോദിച്ച്. ആവറേജ് കണ്ടീഷൻ 800 cc, പഠിക്കാൻ പറ്റിയ കണ്ടീഷൻ. മൈലേജ് കിട്ടുന്നുണ്ടോ? അതെ. പേപ്പർ ഒക്കെ ഏത് വരെയുള്ളത്? 2025 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ, 2005 മോഡൽ ഓൾട്ടോ LX. ബോഡി വലിയൊരു ഇല്ല, ഒരു ആവറേജ് ക്വാളിറ്റി പറയുന്നുള്ളൂ. ഓക്കെ, റേറ്റ് എത്രയാണ് ചോദിക്കുന്നത്? നമുക്ക് അവസാനം നമുക്ക് ഇതൊരു 32 രൂപ കൊടുക്കാം. 32 രൂപയ്ക്ക് 2005 മോഡൽ ഓൾട്ടോ സ്റ്റാൻഡേർഡ് അല്ല? സ്റ്റാൻഡേർഡ്. ഈ ഒരു ബോഡി കണ്ടീഷൻ വെച്ചേക്കുന്നേരം ആ ഒരു റേറ്റ് വാല്യൂ ഫോർ മണി ഉണ്ട്. വാല്യൂ ഫോർ മണിയാണ്. അതെ. 2004 ആണ് വണ്ടി. 2004 മോഡൽ. 4 മോഡൽ ഇൻഡിഗോ പെട്രോൾ ആണ്. ഇൻഡിഗോ പെട്രോൾ ആണ്. ഡീസലിനെ അപേക്ഷിച്ചിട്ട് മെയിൻ്റനൻസ് കാര്യങ്ങൾ ഉണ്ടാവും, വളരെ കുറവായിരിക്കും. 15 റേഞ്ചിന് ഉണ്ടാവുള്ളൂ മൈലേജ്. നല്ല മൈലേജ് ഉണ്ടാവും. ഫീച്ചർ സൈഡിൽ AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും വരുന്നുണ്ടാവും. പക്ഷേ വണ്ടിയിൽ ആഫ്റ്റർ മാർക്കറ്റ് പവർ വിൻഡോസ് 4 എണ്ണം ചെയ്തിട്ടുണ്ട്. ടാറ്റേൻ്റെ എഞ്ചിൻ അതിനെ കൊണ്ട് അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെ. വണ്ടിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? അതില് 32 രൂപ. 32 രൂപ ഉള്ളൂ. അതെ. പേപ്പറൊക്കെ എന്നാ വരുന്നത്? ഈ കൊല്ലം ലാസ്റ്റ് പേപ്പർ. ഈ കൊല്ലം ലാസ്റ്റിൽ റിന്യൂവൽ വരുന്നുണ്ടാവും. നിലവിലുള്ള ബോഡി കണ്ടീഷൻ ഒക്കെ എന്താ അവസ്ഥ? നോക്കിയേ, അത്യാവശ്യം ഓക്കെ അല്ലേ? നല്ല ബോഡി ഷേപ്പ് ഉണ്ട്. ബോഡി ഷേപ്പ് 20 വർഷം പഴക്കമുള്ള വണ്ടീന്റെ ബോഡി ഷേപ്പ് അല്ല. വലിയൊരു ഡെന്റും കാര്യങ്ങളൊന്നും കാണില്ല. അത്യാവശ്യം നല്ല ബോഡി ലൈനിലുണ്ട് വണ്ടി. ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവില്ല. 20 ഇല്ലേ? ഇതിന് വേറെ വർക്ക് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പറയത്തക്ക രീതിയിൽ? ഇല്ല. അതിലടുത്തത് സെൻ ആണ്. 2000 കാർബറേറ്റർ ആണോ? ഇത് MPFI എന്ന് പറയുന്ന നേരം 1000 cc VXI വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി കമ്പനി ആ ടൈം ഇറങ്ങി. ഇന്റീരിയർ മോശമാണ്. കുറച്ചൊരു സീറ്റ് കവർ ചെയ്യണം. കുറച്ച് പണിയുണ്ട്. VXI വണ്ടി. 4 നല്ല കട്ട ടയർ ഉണ്ട്. 4 കട്ട ടയർ ഉണ്ട്. അതേപോലെ തന്നെ എഞ്ചിനാണ് മെയിൻ മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 cc ഏകദേശം 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ബാക്കോട്ട് പോകാൻ പറ്റുമോ? പറ്റും. കല്ലുണ്ട്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, ബാക്ക് വൈപ്പേഴ്സ് ഉണ്ടാവും, ഡീഫോഗർ ഉണ്ടാവും, 2 വൈപ്പ്, പവർ വിൻഡോ ഉണ്ടാവും, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട്. എഞ്ചിനൊക്കെ എന്താ കണ്ടീഷൻ? എഞ്ചിൻ കുഴപ്പമില്ലാത്ത കണ്ടീഷൻ വണ്ടി. ഓക്കെ, വളരെ മോശമൊന്നുമില്ല, അത്യാവശ്യം നല്ല തന്നെ. ഓക്കെ, 2004 സെന്റ് ചോദിക്കുന്ന റേറ്റ് എത്രയാണ്? ഇത് നമുക്കൊരു 52 രൂപ കൊടുക്കാം. 52 രൂപയ്ക്ക് 2004 സെന്റ്. പേപ്പർ ഒക്കെ ഈക്വൽ ലാസ്റ്റ്. ഓക്കെ, നിലവിൽ നല്ല വണ്ടിയാണ്. നിലവിൽ നല്ലൊരു വണ്ടിയാണ്. സ്പാർക്ക് ആണ്. മോഡൽ ഏതായിരുന്നു? 2015 മോഡൽ LT വണ്ടി. LT എന്ന് പറയുന്ന AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. 1000 cc എഞ്ചിനാണ്. 15 LPG എക്സ്ട്രാ ആദ്യത്തെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. LPG കമ്പനി വരുന്നല്ലോ? അല്ല, പുറത്തുനിന്ന് ആഫ്റ്റർ മാർക്കറ്റ് ഏരിയ. അപ്പൊ എങ്ങനെയായാലും നമ്മൾ 100 രൂപയ്ക്ക് LPG അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 18, 20, 22 റേഞ്ചിൽ മൈലേജും കിട്ടും. LPGയിൽ മൈലേജ് കിട്ടുന്നുണ്ട്. നോർമലി കിട്ടുന്നതിനേക്കാളും കൂടുതൽ കിട്ടും. അതെ. 70 രൂപയ്ക്ക് താഴെ റേറ്റ് വരുന്നുള്ളൂ. അതെ. വണ്ടികളൊക്കെ അടുപ്പിച്ച് പാർക്ക് ചെയ്ത് ഒത്തിരി വണ്ടി ഉള്ളതിനെ കൊണ്ടാണോ? അതെ, കുറച്ച് വണ്ടി കൂടി. നടക്കാനും ബുദ്ധിമുട്ടാണ്. വീഡിയോയിൽ കാണിക്കുന്ന ആൾക്കാർക്ക് വണ്ടി കാണാനും ബുദ്ധിമുട്ടാണ്. മിക്കവാറും ആൾക്കാരെല്ലാവരും വാട്സാപ്പിൽ ഫോട്ടോ വേണമെന്ന് പറയും കേട്ടോ. അതെ, ഉറപ്പല്ലേ? ഉറപ്പാണ്. കാരണം അത്രയും അടുപ്പിച്ചിട്ടാണ് വണ്ടി ക്ലിയർ ആയി കിട്ടുന്നില്ല വീഡിയോയിൽ. അതെ. റേറ്റ് എത്രയാ സ്പാർക്ക് 2011? ഇത് നമുക്ക് അവസാനം ഒരു 67 രൂപ കൊടുക്കാം. 67 രൂപയ്ക്ക് LPG ചെയ്തിട്ടുള്ള വണ്ടിയാണ്.
LT എന്നുള്ള ഫുൾ ഓപ്ഷൻ LT എന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണോ? നല്ല വണ്ടി, മെക്കാനിക്കൽ മെക്കാനിക്കലി നല്ല വണ്ടി. വാറണ്ടി 2015 മുകളിൽ വരുന്നത്, 15 മുകളിലേക്ക് വരുന്നത്. ഒരു 2006 മോഡൽ വാഗണർ. വാഗണർ പഴയ 1.1 ലിറ്റർ എഞ്ചിനാണ്. അതെ, 2006 മോഡൽ LXI VXI. ഇത് VXI വരുന്നത്. VXI എന്ന് പറയുന്നത് അന്നത്തെ ഫുൾ ഓപ്ഷൻ. അന്നത്തെ ഓപ്ഷൻ 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി. AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. പിന്നെ RPM മീറ്റർ എല്ലാം വരും കേട്ടോ. VXI RPM മീറ്റർ, ടാക്കോമീറ്റർ എന്ന് പറയും. അതെ, LXI ഉണ്ടാവില്ല കേട്ടോ. VXI മാത്രമേ ഉണ്ടാവും. ടാക്കോമീറ്റർ ഒരു ഫീച്ചർ നമുക്ക് പറയാൻ പറ്റില്ല. ഫീച്ചർ എന്ന് പറയാൻ പറ്റില്ല, അത് VXI LXI ഡിഫറൻസ് ആണ്, വ്യത്യാസമാണ്. പുതിയ മോഡലാണ്. ബാക്ക് വൈപ്പർ വരും. ഇതിൽ ബാക്ക് വൈപ്പർ വരുന്നില്ല. ഡിഫോഗർ ഉണ്ട് കേട്ടോ. ഡിഫോഗർ ഉണ്ട്, ബാക്ക് വൈപ്പർ ഇല്ല. അതാ കിലോമീറ്റർ RC ഓണർ അങ്ങനെ എന്തെങ്കിലും സെക്കൻഡ് RC ഓണർ 1,00,000 കിലോമീറ്റർ. ഓക്കെ, റേറ്റ് എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 95 റുപ്യക്ക് കൊടുത്തേക്കാം. 95 രൂപയ്ക്ക് 2006 മോഡൽ വാഗണാറല്ലേ? നല്ല വണ്ടി. 2026 നല്ല വണ്ടി കേട്ടോ, ഒന്നുമില്ല, എടുക്കുക പോവാ, സർവീസ് ചെയ്യാ പോവാ, സർവീസ് ചെയ്യുക, അത്രക്ക് നല്ല വണ്ടി. അടുത്ത നമുക്കൊരു 2011 മോഡൽ ഓൾട്ടോ കൊടുത്താലോ? 800 cc അല്ലേ? 800 cc സെക്കൻഡ് RC ഓണർ. KL13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. അതെ, ഇന്ത്യ നല്ല നീറ്റ് ഇന്ത്യ. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് വരില്ല, പക്ഷേ AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. 4 അടിപൊളി ടയർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. കൂടെ ഫ്രീ ആയിട്ട് ഒരു കുഷൻ കിട്ടുന്നുണ്ടാവും. കുഷൻ കിട്ടുന്നുണ്ട്. 2011 മോഡൽ അതിനെ കൊണ്ട് ലോൺ ഒന്നും കിട്ടാൻ ചാൻസ് ഉണ്ടാവും. ഇതിന് നമുക്ക് ശ്രമിച്ചു നോക്കാം. 1 വർഷത്തേക്കല്ലേ ലോൺ ചിലപ്പം കിട്ടും. റേറ്റ് എത്രയായിരുന്നു വണ്ടിക്ക്? ഇത് നമുക്കൊരു 1.35 ഫൈനൽ കൊടുത്തേക്കാം. 1.35 കുറയുമോ? അതിൽ കുറക്കാനുണ്ടോ? 2011 മോഡൽ. 11 മോഡല്. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ്. കിലോമീറ്റർ 80,000. നല്ല വണ്ടിയാ, നല്ല വണ്ടി, ഓടിക്കാൻ നല്ല വണ്ടി. ടയർ 4 പുത്തൻ. 2015 1.4 താഴെ കാണാറുണ്ടോ? നമുക്ക് നോക്കാം. വരുമോ? ചോദിക്കണ്ട, നമുക്ക് നോക്കാം. വാറന്റി ഒന്നും കിട്ടില്ല. RSI കിട്ടാൻ, ഏത് ലോ ബഡ്ജറ്റ് വണ്ടി, ഏത് ലോ ബഡ്ജറ്റില് RSI കിട്ടുന്നുണ്ടോ? 2000 രൂപ കണ്ടല്ലോ. 2000-2500 ആ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഇതൊരു നമുക്കൊരു 2012-13 രജിസ്ട്രേഷൻ നിയോൺ ഡിലൈറ്റ്. ഡിലൈറ്റ് എന്ന് പറയുന്നേരം AC പവർ സ്റ്റിയറിംഗ് വരുന്നില്ല. AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, പവർ വിൻഡോ ഒന്നും ഉണ്ടാവില്ല, കുറക്കല്ലേ. ആഫ്റ്റർ മാർക്കറ്റ് ആണ് സ്റ്റീരിയോ ചെയ്തിട്ടുള്ളത്. 800 cc ഇയോൺ ആണ്. 800 cc ഇയോൺ. 18-20 റേഞ്ചിൽ മൈലേജ് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പിന്നെ റേറ്റ് എത്ര വരുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് നമുക്കൊരു 1.50 കൊടുക്കാം. അതിൻ്റെ അത് എന്തെങ്കിലും ചെറുതായി ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ഓക്കെ, എത്ര കിലോമീറ്റർ എത്ര ഓടിയുണ്ടാവും? 65,000 കിലോമീറ്റർ. തേർഡ് RC ഓണർ. നിലവിലുള്ള മെക്കാനിക്കൽ എന്താ കണ്ടീഷൻ ഒക്കെ? ഓക്കെ, ഓടിക്കാൻ നല്ല ഓക്കെയാ. ഫ്രണ്ട് ആൻഡ് പുതിയ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോഡി ഷേപ്പ് കാണുന്നുണ്ട്. വലിയ ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല, അതൊന്നുമില്ല, ഒറ്റ റീപ്ലേസ് ഇല്ല. നല്ല വണ്ടി. ഓക്കെ, അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വണ്ടി തന്നെയാണത്. അതെ, 2010 മോഡൽ i20 ആസ്റ്റ പെട്രോള്. കിലോമീറ്റർ എത്രയാണെന്ന് ഓർമ്മ ഉണ്ടോ? കിലോമീറ്റർ 1,30,000 ആ റേഞ്ച് ഓടിയിട്ടുണ്ട്. ഓക്കെ, പെട്രോൾ എഞ്ചിനാണ്. പെട്രോൾ എഞ്ചിനാണ്. വണ്ടി നിലവിലുള്ള കണ്ടീഷനൊക്കെ അത്യാവശ്യം മെക്കാനിക്കൽ ഓക്കെയാ. ഇന്റീരിയർ വൃത്തി എന്ന് പറഞ്ഞാല് നല്ല നീറ്റ് വണ്ടി, മുത്ത് പോലത്തെ ഇന്റീരിയർ ആണ്. അതെ, നിലവിലുള്ള കണ്ടീഷൻ എന്താ? നിലവിൽ നല്ല കണ്ടീഷൻ വണ്ടിയോ. AC കാര്യങ്ങളെല്ലാം വർക്കിംഗ് ചെയ്യുന്നു, അങ്ങനത്തെ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും വർക്ക് മെയിൻ്റനൻസ് എന്തെങ്കിലും എടുക്കുന്ന ചെറുതായിട്ടൊന്നും കൊണ്ടാവല്ലോ. അത് നമ്മളെ ലോ ബഡ്ജറ്റ് വണ്ടി. അന്ന് 1.75 പറഞ്ഞ്. മുന്നേ 1.75 പറഞ്ഞത്. അതെ, നമുക്ക് ഇപ്പോ 1.65 കൊടുക്കാം. 1.65 2010 മോഡൽ i20 ആസ്റ്റ. അതെ, പെട്രോൾ വണ്ടി. നല്ല വണ്ടിയാണോ? നല്ല വണ്ടി, ഫുൾ ഓപ്ഷൻ ടയർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. നമുക്ക് 2014 മോഡൽ ഒരു ഗോ ഉണ്ട്. അൺടച്ച് ആണ്. ഇതുവരെ ഒരു പെയിന്റ് കയറാത്തൊരു വണ്ടി. ബമ്പറിന് വരെ ഒരു പെയിന്റ് കയറിയില്ല. ആരെ കൊണ്ട് വേണ്ടിക്ക് ചെക്ക് ചെയ്യിപ്പിക്കാം. കമ്പനി ഹിസ്റ്ററി ഇപ്പോൾ കമ്പനി ഇല്ല, പക്ഷെ ഇപ്പൊ നിസാൻ ചെയ്തിട്ടുണ്ട്. 38,000 കിലോമീറ്റർ. ഓണർഷിപ്പ് ഇതാ 1.95 നമുക്ക് ഫൈനൽ കൊടുക്കാം. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ വണ്ടി, നല്ല വണ്ടി. അടിപൊളി വണ്ടിയാ. എന്താണ് വണ്ടിക്ക് ഒരു ഇങ്ങനെ ഇത് അൺടച്ച് വണ്ടി. ഒന്ന് അപ്പുറത്തെ സൈഡും കൂടെ നോക്കട്ടെ, നോക്കിക്കോ. 2016 പെയിന്റിൽ ഇപ്പോഴും അതേമാതിരി തന്നെ ഉണ്ട്. നല്ല രസമുള്ള വണ്ടിയില്ലേ? ഇതാ ഞാൻ പറഞ്ഞേ, അൺടച്ച് വണ്ടി. എങ്ങനെയുണ്ട്? മുത്ത് മണി മാണിക്കല്ല, ഉറപ്പാ. അടുത്ത ബാക്കത്തെ ഇയോണോ? ഇതാ ആ ഇയോണോ കാണിക്കാം. 2013 i10. 2013 i10 ഇറ ന്യൂ ഷേപ്പില് കാപ്പ എഞ്ചിൻ. അത് മാഗ്ന. കാപ്പ 2 ആണോ? മാഗ്ന.
എഞ്ചിൻ ഏതാ? കാപ്പാട്ടു ആണ് എഞ്ചിൻ വരുന്നത്. അത്യാവശ്യം നല്ലൊരു നീറ്റുള്ള വണ്ടി. ഓക്കെ. ഫീച്ചർ സൈഡിൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. അതെ, ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റീരിയോ ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റും. വർക്കിംഗ് ആണ്. ഓക്കെ. വണ്ടി ലോക്കോ, ബാക്ക് ലോക്കോ. ഇത് ഇറയല്ലാന്ന് ഉറപ്പാണോ? മാഗ്നയില് മാഗ്നയാണ്. 4 ഡോർ പവർ വിൻഡോസ് വരൂലേ? പക്ഷെ എന്താ ടൈം കാണുന്നില്ല. ഇറയല്ല കണ്ടേ, RC മാഗ്നാന്നുള്ളത്. ഓക്കെ. റേറ്റ് എത്രയായിരുന്നേ? റേറ്റ് നമുക്കൊരു 2 lakhന് കൊടുക്കാം. 2 lakhന് 2013 ആയിട്ടാണല്ലേ? അതെ. ഫൈനൽ റേറ്റ് അല്ലല്ലോ? ഫൈനൽ റേറ്റ് അങ്ങനെ പറയല്ലേ. ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് 3rd ആണ്. കിലോമീറ്റർ 65 ഓടിയില്ലോ, ജെനുവിൻ ആണ്. 60,000 കിലോമീറ്റർ. അത് കമ്പനി ഹിസ്റ്ററിയും ഉണ്ട്, ഷോറൂം ഹിസ്റ്ററി. റീപ്ലേസ് ഒന്ന് ബോണ്ട് മാത്രം ചെയ്തിട്ട്, വേറെ ഹെഡ്ലൈറ്റ് വരെ മാറിയിട്ടില്ല. എന്തോ വീണതായിരിക്കും. അത് 2015 മോഡൽ ഓൾട്ടോ 800. 2015 പറയുമ്പോൾ നമുക്ക് കമ്പനി വാറന്റി, മഹീന്ദ്രന്റെ അതെ, വാറന്റി ആക്കാം. 57,000 കിലോമീറ്റർ ഓടി വണ്ടി. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർ ആണ്. റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. 800 cc ആണ്. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ട്. കൺഫേം ആയിട്ട് കിട്ടൂലേ? ഓക്കെ. നല്ലൊരു സിംഗിൾ ഓണർഷിപ്പിലുള്ള നല്ല സിംഗിൾ ക്ലാസ് ഓണർ. ഓക്കെ. റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. നല്ല വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. റേറ്റ് എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 240 കൊടുക്കാം. 240, 2015 സിംഗിൾ ഓണർഷിപ്പ്, 57,000 കിലോമീറ്റർ, സിംഗിൾ ക്ലാസ് ഓണർ. ചെറിയൊരു വിട്ടീച്ച് നമുക്ക് ചോദിച്ചു നോക്കാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്തു. കമ്പനി വാറന്റി, അതെ, വാറന്റിയും കിട്ടുന്നേ. മഹീന്ദ്ര ഫാസ്റ്റേഴ്സിന് 1 വർഷത്തെ വാറന്റി ഉണ്ടല്ലോ. ഓക്കെ. അതായത് ഇപ്പം ക്ലച്ച്, ബ്രേക്ക് ഒഴികെ ബാക്കി എല്ലാ സ്പെയർ പാർട്സും. എഞ്ചിൻ ഗിയർ ബോക്സ് മാത്രം 1 വർഷം. എഞ്ചിൻ ഗിയർ ബോക്സ് മാത്രമേ കൊടുക്കൂ. 1 വർഷം. അത് 1 വർഷം. 2015 വണ്ടി ആയതുകൊണ്ട്. ഓക്കെ. 18 മുകളിലാണെങ്കിൽ അതെ, എഞ്ചിൻ മറ്റേ ഇതെല്ലാം ഫുൾ ആയിട്ട് വാറന്റി കിട്ടും. അതെ. ഇനി ഈ ഒരു ഓട്ടോ 2014 സിംഗിൾ RC 45,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 45,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, KL 18, വടകര രജിസ്ട്രേഷൻ ആണ്. ഓട്ടോ 800 LXI അല്ലേ? ഇത് LXI ആണ്. 800 cc അത് 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ? AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവും. അതെ, അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള വണ്ടി. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ക്ലാസ് ഓണർ. കമ്പനി ഹിസ്റ്ററി ഉണ്ടല്ലോ ഈ പറഞ്ഞ? കമ്പനി ഹിസ്റ്ററി, അതെ അതെ ഉണ്ട്. നിലവിൽ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും പറയത്തക്ക രീതിയിലുണ്ടോ? ബോണറ്റ് മാത്രം ഒന്ന് മാറിയിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ബോണറ്റ് മാത്രം മാറിയിട്ടുണ്ട്, വേറെ ഒന്നും മാറിയില്ല. ഓക്കെ. നല്ല വണ്ടിയാ? നല്ല വണ്ടി. ഓക്കെ. റേറ്റ് എത്ര പറയുന്നത്? ഇത് നമുക്ക് 230 ഫൈനൽ കൊടുക്കാം. 2014 ഓൾട്ടോ വില കൂടി വരികയാണ്. അതെ, എന്താണ് അറിയാം, ഓൾട്ടോനുള്ള വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഓൾട്ടോ ഇപ്പം അന്വേഷിച്ചപ്പം പല സ്ഥലത്തും റേറ്റ് കൂടുതലെന്ന് കണ്ടപ്പം പലരും പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓൾട്ടോ കേട്ടാൽ മാത്രമേ പറഞ്ഞുള്ളൂ 800 ടോട്ടലി നിർന്നിട്ടുണ്ട്. അപ്പൊ അതിനെ കൊണ്ട് വില കൂടി വരുന്നുണ്ട്. 14 ഓൾട്ടോ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ 2 ലക്ഷം രൂപ ചെയ്തിട്ടുണ്ട്. ഇത് സിംഗിൾ ഓണർ വണ്ടി 46,000 കിലോമീറ്റർ 230 റേറ്റ് മാറി. നമ്മളൊരു 70,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി കഴിഞ്ഞ വീടിനകത്ത് തോന്നുന്നുണ്ട് 2 ലക്ഷം രൂപയ്ക്ക് താഴെ വന്നിട്ടുണ്ട്. അതെ, കിട്ടുന്ന റേറ്റ് കൂടുതലാ. ഓക്കെ. അപ്പൊ ആരെങ്കിലും അത്യാവശ്യം റേറ്റ് ഓറിൽ ഓൾട്ടോണർ ഒക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളി. ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ അവർക്ക് ഉപകാരം, അല്ലെ വേറെ ആർക്കെങ്കിലും ഉപകാരം. ഈ ഓണ് നമുക്ക് 2017 മോഡല്. 2017 ഈ ഓണ്. അതെ. KL 11 രജിസ്ട്രേഷൻ. ഫീച്ചർ സൈഡിൽ AC പവർ സ്റ്റിയറിംഗ്. ഇറ പ്ലസ് ആണ് വണ്ടി. ഇറ പ്ലസ്. ആഫ്റ്റർ മാർക്കറ്റ് ആയിരിക്കും സ്റ്റീരിയോ ചെയ്തേ. കമ്പനി സ്റ്റീരിയോ വരുന്നില്ല. ഇന്ത്യ മോനെ ചൂടായതാ. ബീഡിങ് ചൂടായതാ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ RC ഓണർ വണ്ടി. നല്ല അടിപൊളി. കിലോമീറ്റർ എത്രയാ? 38,000 40,000 ആ റേഞ്ച് ഓടിയിട്ടുള്ളൂ. ഓക്കെ. വണ്ടി ചുറ്റിലൊന്ന് കാണിച്ച് നടക്കാൻ പറ്റുമോ? ഗ്യാപ്പ് ഉണ്ടോ? എത്ര ടൈറ്റ് ആക്കി വണ്ടി ലോഡ് കൂടുതൽ, ഐ മീൻ എണ്ണം കൂടിയിട്ടാണോ ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ എണ്ണം കൂടി? ഓക്കെ. ഇതിപ്പോ റേറ്റ് എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 280 കൊടുക്കാം. 2017. പക്ഷെ എന്നാൽ ചെറുതായി ചെയ്തും കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 38,000. ലോ കിലോമീറ്റർ വണ്ടി. ശരി. അപ്പോൾ നമ്മളിന്ന് വീഡിയോ നമ്മളിവിടെ റാപ്പിയാണ്. ഏകദേശം 2.5 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള അടിപൊളി ലോ ബഡ്ജറ്റ് വണ്ടികൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല കളക്ഷൻ, വാല്യൂ ഫോർ മണി ഉള്ള ലോ ബഡ്ജറ്റ് വണ്ടികളാണ് പരിചയപ്പെട്ടിട്ടുള്ളത്. സ്ഥിര മനസ്ക് എന്ന് പറയുന്ന പോലെ തന്നെ ചെറിയ കുറ്റങ്ങളും കുറവുകളൊക്കെ ചെറിയ രീതിയിൽ ചെറിയ വണ്ടികൾക്കുണ്ടാവും. അതിനനുസരിച്ചുള്ള വിലയെ പറയുള്ളൂ എന്നുള്ള കാര്യം. അപ്പോൾ വണ്ടികൾ മാക്സിമം ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ലോ ബഡ്ജറ്റ് അതിനെ കൊണ്ടാണ്. അതേപോലെ തന്നെ വണ്ടികളുടെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റുള്ള നമ്പർ നേരെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒക്കെ കൊടുക്കുന്നുണ്ടാവും. അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാട്സാപ്പിലും കൂടെ ഒന്ന് ബന്ധപ്പെട്ടാൽ ഇവരുടെ കാറ്റലോഗ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയി കിട്ടുന്നുണ്ടാവും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോൾ ഹാപ്പി സൈനിങ് ഓഫ്. അഡിയോസ്.